Welcome to my chemistry classes, all of you. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിനുശേഷം നമ്മൾ എഫ് ബ്ലോക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെൻഡ്സ് ഇത് പറയാം. അപ്പോൾ ഈ ഫിസിക്കൽ ട്രെൻഡ്സിൽ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങൾ നോക്കി. സൈസ്, എൻതാൽപി, അതേപോലെ എൻതാൽപി ഓഫ് ആറ്റോമൈസേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വേണമെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. നോ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ സപ്പോസ് യു ജസ്റ്റ് കൺസിഡർ എ ഡി ബ്ലോക്ക് എലമെന്റ് കോമ്പൗണ്ട്. ഓക്കെ, maybe FeCl3 ആവാം, ferric chloride. So you just consider a ferric chloride. It is a Fe. It is a Cl3, FeCl3. FeCl3 ഒരു ഡാർക്ക് ബ്രൗൺ കളേർഡ് സബ്സ്റ്റൻസ് ആണ്. ഇത് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോയിഷ് കളേർഡ്, ന്യൂട്രൽ ആണെങ്കിൽ യെല്ലോയിഷ് കളേർഡ് വരും. അപ്പോൾ now if you add into water, okay, now you can say add into H2O water. അപ്പോൾ ഈ Fe3+ഉം Fe2+ഉം കൂടെ ബ്രേക്കപ്പ് ചെയ്യും. ബ്രേക്കപ്പ് ചെയ്തിട്ട് then Fe3+ surrounding H2O and Cl minus surrounding H2O. Okay, and forming like that way. Here again Fe is also 3+, and we are in a simple way we are writing aqueous, and then plus here again 3Cl minus, and is also here again aqueous. Okay, അപ്പൊ ഇങ്ങനെയാണ് അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതുക. ബട്ട് ഒറിജിനലി what is this compound means? It is a coordination compound. Coordination compound means forming a complex one that can be made by ligand, surrounding ligand H2O. This ligand can donate electron to d orbital and forming a coordination compound. And exact formula of coordination compound is here again Fe, this also H2O, then this again 6 times, and then it is again also 3+, and so this is the formula of that specifically coordination compound. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കോർഡിനേഷൻ കോമ്പൗണ്ട് പോസിബിൾ ആണ്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരെണ്ണം പറഞ്ഞത് മാത്രമേ. അപ്പൊ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ ഡി ബ്ലോക്ക് ജനറലി ഇസ് വെരി റെഡി. ഓക്കെ, അപ്പോ വൺ ഓഫ് ദി മെയിൻ പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് ഇസ് it can able to form coordination compound or complex compound. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഈ ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസിന്റെ സൈസ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആവുമ്പോൾ ഇതിന്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് വെരി ലാർജ്. അപ്പോൾ ചുറ്റുമുള്ള ലിഗാൻസിനെ വളരെ നന്നായിട്ട് അടുത്തേക്ക് പിടിച്ച് വലിക്കാൻ പറ്റും. ദാറ്റ്സ് ദ ഫസ്റ്റ് കേസ്. Okay, the first case of formation of coordination compound is, and then it is a size of cation. I mean, size of D block cations are then cation size. Cation here again size. Size is less. Okay, cation size is less. And again, size മാത്രം ലെസ് ആയി പോരാ, അപ്പൊ അടുത്തേക്ക് പിടിച്ചു വലിക്കാനേ പറ്റുമോ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അടുത്തേക്ക് പിടിച്ചു വലിച്ചിട്ട് ലിഗാൻഡിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം, എന്നാലും ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിഗാൻഡിന്റെ ഇലക്ട്രോൺ കറക്റ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഓർബിറ്റൽ വേണം. സോ ഡി ഓർബിറ്റൽ ഈസ് വേക്കന്റ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു മേക്ക് എ കോർഡിനേറ്റ് ഓർ ടൈപ്പ് ഓഫ് ബോണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ വേറൊരു കാര്യമാണ്. സോ ഇറ്റ് ക്യാൻ ഏബിൾ ടു ഫോം എ കോർഡിനേഷൻ കോമ്പൗണ്ട് ബൈ യൂസിങ് it is a vacant d orbital. Okay, so due to vacant d orbital, it is due to, okay, then due to it is also vacant d orbital. Okay, d orbital, so it is a vacant d orbital. അപ്പൊ അതുകൊണ്ട് അപ്പൊ ലിഗാൻഡ് ചുറ്റുമുള്ള ലിഗാൻഡ് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. ബോണ്ട് ഉണ്ടായി, now it is highly stable. അപ്പോൾ due to these two reasons the d block element can very easy to form coordination compounds. Okay, so that is the next topic. That is, you write it. Next topic, formation of complexes. Formation of complexes. എന്നിട്ട് താഴെ എഴുതിയേക്കാം, ഡി ബ്ലോക്ക് മെറ്റൽസ് can easily form coordination compound due to രണ്ട് റീസൺ നമ്മൾ എഴുതണം. Due to small size of its cation.
small size of its cation. And the reason ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, small size of its cation. Then അടുത്തത് second one, due to vacant d orbital അല്ലെങ്കിൽ due to availability. അങ്ങനെ കേട്ടോ, that's the best one. Due to availability of due to availability of vacant d orbital. Okay, clear? Yes. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. Now, ഇതേ കാര്യം വെച്ച് നമ്മൾ വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. ഇത്തരം മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ അയോൺസ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ജനറലി കോമ്പൗണ്ട് ആവാം അല്ലെങ്കിൽ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ ഫോം ചെയ്യും. ഓക്കെ, സോ നൗ വി ആർ തിങ്കിങ് വാട്ട് ഈസ് ദ റീസൺ ഫോർ കളർ ഫോർമേഷൻ. ഓക്കെ, നൗ for that purpose again we are taking another compound that is very easy to understand also. Now you just consider another compound that is called titanium. Okay, maybe it's called titanium. So it is a titanium 3+. Okay, now here again titanium 3+ ion, and then titanium 3+ ion, it is we are add into water. I mean, titanium trichloride add idal madi. Then it is an H2O, and forming a type of coordination compound. It is a titanium. It is also H2O, and here again 6 times. Okay, 6 times, and this also 3+. Here again 3+ is there. Okay. Now suppose you just consider what is happening means. ഇത് ടൈറ്റാനിയം നേരത്തെ 3+ ഓക്സിഡൈസ് സ്റ്റേറ്റിലായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ഡി ഓർബിറ്റലിന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. കാരണം ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22 ആണ്. 22 ആണെങ്കിൽ D2S2 ആണ്. D2S2. അപ്പൊ എസ് ന്ന് 2 പോയി, ഡി ഒന്നും പോയി. സോ ബാലൻസ് പിന്നെ ഡിയിൽ ഒന്നുള്ളൂ. അപ്പോൾ it is called D1 configuration. Now you just understand this is a D1 configuration. അപ്പോൾ ഈ D1 configuration എന്ന് പറയുമ്പോൾ now we are writing like this way. Here again d orbital consists of 5 number of orbitals, 1 2 3 4 5, and so it is a D1 configuration. Okay, now this is one. അപ്പോൾ ഇത് ഈ D1 configurationൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ലിഗാൻസ് ഇതിന്റെ അടുത്തേക്ക് വരിക. ഓക്കെ, ലിഗാൻസ് അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ലൈക്ക് ദിസ് വേ, ഇങ്ങനെയാണ് ഒരു ലിഗാൻസ് അടുത്തേക്ക് വരിക. Now it is very easy to understand like this way. Here again ഒക്ടാഹീഡൽ കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി ലിഗാൻഡ് അടുത്തേക്ക് വരുമ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് എക്സ് ആക്സിന്റെ അടുത്തേക്ക് വരും, വൈ ആക്സിന്റെ അടുത്തേക്ക് വരും, അതേപോലെ ഇസഡ് ആക്സിയുടെ അടുത്ത് വരും. It is just like this way. Here again ligand is coming on x axis, and you can say it is also y axis, and now it is a z axis. Z axis ഇവിടുന്ന് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ x axis ഇവിടുന്നുണ്ട്. ഓക്കെ, then y axis is here again from here to here. Okay, so അപ്പോൾ നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ it is very easy to understand like this way. Here again this is a z axis. Okay, z axis, and now it is a മറ്റേ ആക്സിസ് ഞാൻ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. So you can say here again one is x axis and other is called here again y axis. Okay, അപ്പോ ലിഗാൻസ് ഇങ്ങനെ ഈ ഭാഗത്ത് വരും, ഇങ്ങനെ വരും, then you can say ഇങ്ങനെ വരും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഒക്ടാഹീഡൽ കോംപ്ലക്സ് ഫോം ചെയ്യാം. അതാണ് ദിസ് ഈസ് ഒക്ടാഹീഡൽ കോംപ്ലക്സ്. അപ്പോൾ എന്ത് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡി ഓർബിറ്റലില് 2 സെറ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. ഒന്ന് DXY, DXZ, DYZ. ഇതൊരു സെറ്റ്. അടുത്ത വേറൊരു സെറ്റ് ഉണ്ട്, DX² - Y², DZ². ഓക്കെ, 2 സെറ്റ്സ് ആണ്. അപ്പൊ ഈ 2 സെറ്റില് ഒരു സെറ്റ് നമ്മൾ പറയുന്ന പേര് സ്ക്വയർ ഒന്നും ഇല്ലാത്ത സെറ്റ്, ഇറ്റ് ഈസ് കാൾഡ് നോൺ സ്ക്വയർ സെറ്റ്. അടുത്ത സെറ്റിന് നമ്മൾ പറയുന്ന പേര് സ്ക്വയർ ഉള്ള സെറ്റ്, സ്ക്വയർ സെറ്റ്. അപ്പൊ സ്ക്വയർ സെറ്റ് ഏതൊക്കെയാ? DX² - Y², DZ². നോൺ സ്ക്വയർ സെറ്റ് ഏതൊക്കെയാണ്? DXY, DXZ, and also DYZ. Okay, clear? So അപ്പോ അങ്ങനെയാണെങ്കിൽ you just consider like this way. It is a D here again XY. Okay, here again D it is XZ, D here again YZ. Okay, ബാക്കി രണ്ടെണ്ണം DX² - Y², and you can say DZ².
ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്വയർ സെറ്റ്, ഇതാണ് നോൺ സ്ക്വയർ സെറ്റ്. അപ്പോ ഈ സ്ക്വയർ സെറ്റ് എല്ലാം ഇപ്പൊ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാ ഈ ഓർബിറ്റിലാണ് ആണോ, ഇതാണ് ദിസ് ഈസ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ മാത്രമല്ല ഡി ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഡി ഇസഡ് സ്ക്വയർ. Now you can say d z square. ബാക്കിയുള്ള ഓർബിറ്റിലെല്ലാം ഇതിന്റെ ഇടയ്ക്കായി ഈ ഇൻ ബിറ്റ്വീൻ ആയി. ഓക്കെ, അപ്പോ ലിഗാൻഡ് അടുത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ഫീൽ ചെയ്യുക സ്ക്വയർ സെറ്റ് ഓർബിറ്റലിലാണ്. ദാറ്റ് മീൻസ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. അപ്പോ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓർബിറ്റൽ എനർജി ഈസ് ഇൻക്രീസ്, റിപ്പൽഷൻ ഈസ് ദയർ, സോ എനർജി ഇൻക്രീസസ്. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റ് ഓഫ് ഓർബിറ്റൽ ഹൈ എനർജി ആയി പോകും, ഈ സെറ്റ് ഓഫ് ഓർബിറ്റൽ അപ്പോ കുറച്ചുകൂടി സ്റ്റെബിലൈസ് ആവും, ദെൻ energy decreases. അപ്പോ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ d orbital undergo a splitting, and so this is called crystal field splitting എന്ന് പറയും. It is called crystal field splitting. Okay, അപ്പൊ ഇത് ഒക്ടൈഡൽ ആയതുകൊണ്ടാണ് ഈ സ്പ്ലിറ്റിംഗ് വരിക, ഈ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വരിക. And now you can say it is split into two sets. Okay, so first set is a low energy set is here again 1 2 3, and higher energy set is here again 1 2. Okay, ഈ സെറ്റിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് this is dxy dxz and this also dyz. Okay, so dxy dxz and dyz, and this set is called here again t2g, this is called t2g, t for triply. Okay, this here again it's a 3 is there, and so it is called triply, and 2 symmetry number, and g is gerane, short form for gerane. Okay, and now you can say another one set is there. This is dx square minus y square and dz square, and that set name is called here again eg. Okay, this is called eg. Okay, so അപ്പോ രണ്ട് സെറ്റ് ആയിട്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ ഡോണ്ട് കൺഫ്യൂസ്, ഇ ഫോർ സിമെട്രി നമ്പർ ആണ് കേട്ടോ, ഒരു തരം സിമെട്രി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യും, ദാറ്റ് നമ്പർ ഈസ് കാൾഡ് ഇ. Okay, and this is also t triply, and 2 is symmetry number, and g for gerane. അപ്പൊ T2G EG ആണ്. ഓക്കെ, നൗ യു ക്യാൻ സേ അപ്പോ ഇലക്ട്രോൺ എപ്പോഴാണ് ഉണ്ടാവുക, എവിടെ ഉണ്ടാവുക, ഏറ്റവും താഴത്തെ ഓർബിറ്റിൽ ഉണ്ടാവുക. നൗ ഇറ്റ് ഈസ് ഹിയർ അഗെയിൻ ദിസ് ഡൗൺ സൈഡ്. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. നൗ യു ക്യാൻ സേ യു ആർ ആഡിങ് വൈറ്റ് ലൈറ്റ് എച്ച് ന്യൂ ആഡ് ചെയ്യാം. എച്ച് ന്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഫോട്ടോൺ ആണ്, ഫോട്ടോൺ ഈസ് എനർജി പാക്കറ്റ്. ഈ എനർജി പാക്കറ്റ് വാങ്ങിയിട്ട് ഈ താഴെയുള്ള ഇലക്ട്രോൺ വളരെ ഈസി ആയിട്ട് മുകളിലേക്ക് ജമ്പ് ചെയ്യും. It is jump into upside. Okay, now this electron can jump. Okay, this electron can jump into upside by it is also absorbing energy. Okay, energy. So it is energy means energy from white light. Okay, അപ്പോൾ energy white light എന്തൊക്കെയുണ്ട്, violet, indigo തുടങ്ങിയ എല്ലാ കളറും ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഇലക്ട്രോൺ മുകളിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പൊ ജമ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ കളറും കൂട്ടിക്കഴിഞ്ഞാൽ വേറൊരു കളർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ആ കളറാണ് പുറത്തേക്ക് വിടാം. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും കളർ റിവീൽ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എനിവേ നമ്മളിപ്പോ അതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ അപ്പോൾ ദിസ് ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ലോവർ ഡി ഓർബിറ്റൽ ടു ഹയർ ഡി ഓർബിറ്റൽ ഓർ T2G to EG, and so forming like that way here again H nu. So it is H nu, and this is going upside 1 2 3, and here again like that way, and now electron is sitting here. Okay, അപ്പോ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ ഇലക്ട്രോൺ മുകളിലേക്ക് ചാടുമ്പോൾ ഒരു കളർ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും, ബാക്കിയുള്ള കളറെല്ലാം ചേർത്ത് വേറൊരു കളർ ജനറേറ്റ് ചെയ്യും, വൈറ്റ് ലൈറ്റിന്. അപ്പോ ഇങ്ങനെ ഇതുകൊണ്ട് ഈ മോളിക്യൂൾ ഹൈലി കളേർഡ് ആണ്. And now this is a color for a purple violet color. Okay, just violet like, purple ആണ് originally, purple നമ്മൾ പറയുള്ളൂ, it's a violet like ആണ്. So anyway, and so this compound color is a violet, highly deep violet coloration or purple coloration. Okay, and so this is the reason for it. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫിനോമിന നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് കളർ ഉണ്ടാവുന്നു, this is called DD transition. അങ്ങനെ നമ്മൾ വളരെ ഷോർട്ട് ആക്കി പറയുള്ളൂ. The color is due to here again DD transition, D is here again D. ഇങ്ങനെയാണ് അതിന്റെ നൊട്ടേഷൻ. കളർ ഈസ് ഡ്യൂ ടു DD transition. ഇനി വേറൊരു കാര്യം, D1 ആണെങ്കിൽ ജമ്പ് ചെയ്യാം, D2 ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ വരും, അത് ജമ്പ് ചെയ്യാം, D3 ജമ്പ് ചെയ്യാം, D4 ആവുമ്പോൾ ഒരു പോസിബിലിറ്റി നാലാമത്തെ ഇലക്ട്രോൺ ഒന്നുകിലും മുകളിൽ വരാം അല്ലെങ്കിൽ താഴെ വരാം. ഇതിനേക്ക് സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലാണെങ്കിൽ, സ്പ്ലിറ്റിംഗ് ഈസ് മച്ച് മോർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്യാപ്പ് വളരെ കൂടുകയാണെങ്കിൽ സോ താഴെയാണ് ഇലക്ട്രോൺ അടുത്ത് ഫിൽ ആവുക. സോ ദാറ്റ് ഈസ് ജനറലി കാൾഡ് ലോ സ്പിൻ കോംപ്ലക്സ്.
ഓക്കെ, അപ്പോഴും കളർ വരാം. ഇനി ഹൈ സ്പിൻ ആണെങ്കിലും ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ ആണെങ്കിലും കളർ വരാം. അപ്പോ D1, D2, D3, D4, D5, D6, D7, D8, D9 വരെ കളർ വരാം. ഓക്കെ, പക്ഷെ D10 വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് ഇലക്ട്രോണിന് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇറ്റ് ഈസ് ഹൈലി ഫിൽഡ്. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്ക് ജമ്പ് ചെയ്യാൻ സ്പേസ് ഇല്ല. സോ അതുകൊണ്ട് D10 കോൺഫിഗറേഷൻ ഇസ് നോട്ട് കളക്ട്. ആസ് വെൽ ആസ് ഡിയിൽ ഒരു ഇലക്ട്രോണും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് നോട്ട് കളക്ട്. അപ്പൊ ഇനി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാണ്. Now you can say here again D0 and you can say D10 configuration. D0 and D10 configuration, DD transition is not possible and it is colorless. It is called colorless. As well as here again D12. Okay, ഇത് and അല്ല D12. D1 മുതൽ D1, D2, D3, D12. Okay, D9 configuration. So it is a D9 configuration. The compound is colored. Okay, it's called colored. Okay, clear. അപ്പോൾ ഇതാണ് നമ്മൾ കളറിന്റെ കാര്യം. It's very important. Several questions can ask based on this color. Okay, അപ്പോൾ നിങ്ങൾ താഴെ എഴുതുമ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് കളർ ഓഫ് മെറ്റൽ അയോൺസ്. അത് ടോപ്പിക്കിന്റെ ഹെഡിങ് ആണ് കളർ ഓഫ് മെറ്റൽ അയോൺസ്. കളർ ഓഫ് മെറ്റൽ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. നമ്മൾ അക്വസ് സൊല്യൂഷനുള്ള കാര്യമാണ് കൂടുതൽ പറയാം. കളർ ഓഫ് മെറ്റൽ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ താഴെ എഴുതിയേക്കാം. ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസ്. D block metal ions can dissolve in aqueous solution, forming a colored solution. Full stop. The color is due to DD transition. Okay, full stop. Underline the word DD transition. Okay, ശരിക്കും DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫ്രം T2G to EG, ഒക്ടാഹീഡ്രൽ T2G to EG ട്രാൻസിഷൻ ആണ്. ഓക്കെ, താഴെ എഴുതിയേക്കാം D0 and D10 കോൺഫിഗറേഷൻ കളർലെസ് ആയിരിക്കും. D0 and D10 കോൺഫിഗറേഷൻ കളർലെസ്. അടുത്തത് D1 മുതൽ ഓക്കെ, ദിസ് ഇസ് ഹൈഫൺ ആണ് കേട്ടോ. D1 to ഓക്കെ, D1 to D9 കോൺഫിഗറേഷൻ കളേഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നില്ലെന്നേക്കാം. ഒരു എക്സാമ്പിൾ എഴുതിയേക്കാം. ആ എക്സാമ്പിൾ ബോർഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു റൈറ്റ് ഡൗൺ ദിസ് എക്സാമ്പിൾ. പോസ് ആൻഡ് റൈറ്റ് ഡൗൺ ദിസ് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വെയിറ്റ് 3 seconds. ഓക്കെ, കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആ കളറിലെ കാര്യത്തിൽ NCERT ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകാം. ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ? നമുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സസൈസിലെ 18th ക്വസ്റ്റ്യൻ, ഇഫ് യു ഗോ ടു എക്സസൈസ് 18th ക്വസ്റ്റ്യൻ, ഇതിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാര്യങ്ങൾ പറയാണ്. പ്രെഡിക്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി കളേർഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. താഴെ പറഞ്ഞതിൽ അക്വസ് സൊല്യൂഷനിൽ കളേർഡ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ അത് ഞാൻ താഴെ ഒന്ന് എഴുതി പോവാം കേട്ടോ. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ മതി. Now we are going to question. NCERT question number, it is 18. Predict which of the following will be colored in aqueous solution. Aqueous solution ions in a parnicum. Titanium 3+. It is called is also titanium 3+. Okay, vanadium 3+. Vanadium 3+. Okay, vanadium 3+. Copper +1. Here again, copper +1. Okay, and next one scandium 3+. And then scandium 3+. Okay, and session manganese 2+ and 2. Okay, manganese 2+. Manganese here again 2+. And then it is Fe3+. Okay, Fe3+. It is also Fe3+. And then it is cobalt 2+ or 3+. Okay, and then cobalt 3+. Cobalt 3+. Okay, and next one is it is also cobalt 3+. 3+, which give reason for each. എല്ലാത്തിനും reason കൊടുക്കാനാണ് പറഞ്ഞത്. Reason for each. ഇനി നമ്മൾ നോക്കുക എന്തൊക്കെ വേണം നോക്കിയാൽ നമ്മൾ ആദ്യം പഠിച്ച ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ തന്നെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബ്ലോക്കിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത ശേഷം ഡി ബ്ലോക്കിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തും എഴുതി വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈസിയാണ് നമുക്ക് സോൾവ് ചെയ്യാം. ഇനി നോക്കാം, ഞാനത് നിങ്ങൾ പറഞ്ഞു പോവാണ്. ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22 ആണെങ്കിൽ D2S2 കോൺഫിഗറേഷൻ. ഇവിടെ 3 ഇലക്ട്രോൺ പോകണം. 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ S ന്ന് 2 എണ്ണം പോകും ആദ്യം, പിന്നെ D ഒന്ന് പോകും. സോ നൗ ഇറ്റ് ഇസ് കോൺഫിഗറേഷൻ ഇസ് എ D1 കോൺഫിഗറേഷൻ. സോ D1 ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കളക്ട്. ഓക്കെ, ഞാൻ C എന്ന് പറഞ്ഞ കളയുന്നു, ഇറ്റ് ഇസ് കളക്ട്. ഇനി വനേഡിയം നോക്കാം. വാട്ട് ഇസ് വനേഡിയം? വനേഡിയം ആറ്റോമിക് നമ്പർ ഈസ് ഹിയർ അഗൈൻ 23 ആണെങ്കിൽ D3S2. അപ്പൊ 3 ഇലക്ട്രോൺ പോകണം. 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ S ന്ന് 2 എണ്ണം പോകും, D ഒന്ന് പോകും. So it is D2 configuration. Now it is a D2 configuration, and so it is again it is called collect. Okay, maybe go for copper +1. Copper atomic number 29. 29 ആണെങ്കിലും അതിന്റെ configuration D10. Wait a second. Okay. No, okay. Sorry for disturbance. Okay. Then also here again copper plus. Copper plus എന്ന് പറയുമ്പോൾ here again D10S1 configuration, and the configuration is ഒരെണ്ണം പോയി, അപ്പോൾ ഇലക്ട്രോൺ ഇവിടുന്ന് +1 ആണ്. അപ്പൊ D10 configuration നമ്മൾ നേരത്തെ പറഞ്ഞു. D10 configuration ആണെങ്കിൽ it is colorless. Okay, colorless, colorilla, it is colorless. Now scandium 3+. Scandium atomic number 21 ആണ്. So it is D1S2. 3 ഇലക്ട്രോണും പോയി, അപ്പൊ D0 configuration, and so it is a D0 configuration, and it is also colorless. Okay, manganese 2+. Manganese atomic number 25 ആകുമ്പോൾ D5S2. correct, D5S2. then D5S2 ആകുമ്പോൾ S ന്ന് 2 എണ്ണം പോയി, ബാക്കി D5 configuration, and so it is a D5 configuration, and so it is a colored compound. Okay, ടിക്കറ്റുള്ളൂ, സീൻ പറഞ്ഞ ടിക്കറ്റുള്ളൂ. And now Fe3+. ആണെങ്കിൽ again 26 ആണ്. atomic number 26 ആണെങ്കിൽ D6S2 ആണ്. then 3 ഇലക്ട്രോൺ പോയി, S ന്ന് 2 എണ്ണം പോയി, D ഒന്ന് പോയി, and so it is D5 configuration again. So it's a D5 configuration. The D5 ആണെങ്കിൽ it is a colored. Okay, it is colored. And then again cobalt 3+. Okay, cobalt 3+ല് 27 ആണ് atomic number. 27 ആകുമ്പോൾ D7S2 എന്ന് പറയുമ്പോൾ S ന്ന് 2 എണ്ണം പോയി, പിന്നെ ഒന്ന് D ന്ന് പോയി, അപ്പൊ D6 configuration. Now again it is a D6 configuration. Again it is also colored. Okay, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാം. വേണമെങ്കിൽ ചിലപ്പോൾ അതിന്റെ കോമ്പൗണ്ട് ചോദിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ FeCl3. ഓക്കെ, predict the color of FeCl3. ഓക്കെ, ഗീവ് റീസൺ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഗീവ് റീസൺ ഇത് തന്നെയാണ്. കളേഡിനൊക്കെ ഗീവ് റീസൺ ഡ്യൂ ടു DD ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഓക്കെ, then കളർലെസ്സിന് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ D orbital. ഒന്ന് സ്കാൻഡിയത്തിൽ അങ്ങനെ പറയാം. ഡ്യൂ ടു ഫുള്ളി ഫിൽഡ് D10 orbital. റീസൺ പറയാം.
ഓക്കെ. അപ്പോഴും ഫുള്ളി ഫിൽ ആണെങ്കിൽ കളർലെസ് ആണ്. അതേസമയം ഡിയിൽ ഇലക്ട്രോൺസ് ഇല്ലെങ്കിലും കളർലെസ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ജനറേറ്റ് ചെയ്യാം, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഓർ കോംപ്ലക്സസ്. ദെൻ രണ്ടാമത്തത് കളർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ ഓർ കളർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ജനറലി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ യു സ്റ്റഡി വെൽ. ഓക്കെ, then we will continue then next topic with the catalytic properties of coordination compound. Okay, thank you for watching. Okay, thank you.